ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഫ്രണ്ട്സ്. പൂച്ചക്കുഞ്ഞുങ്ങൾക്കായി ഒരു ഷെൽട്ടർ. ഇതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഫ്രണ്ട്സ്, ഒരുപാട് പേര് പൂച്ചക്കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാറുണ്ട്. അവരുടെ വീട്ടിൽ തള്ളപ്പൂച്ച പ്രസവിച്ചിരുന്ന പൂച്ചക്കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് കൊണ്ടുപോയി എവിടേക്കൊക്കെ കൊണ്ട് ഉപേക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ അമ്മ ചത്തുപോയ ഒരുപാട് പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട്. ഈ പൂച്ചക്കുഞ്ഞുങ്ങളുടെ ജീവിതം സേഫ് അല്ല. അവർക്ക് തള്ളപ്പൂച്ചയുടെ പാല് കിട്ടുമില്ല. അല്ലാതെ അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനും ബുദ്ധിമുട്ടാണ്. തീരെ ചെറുതായതുകൊണ്ട് എല്ലാവരും കൊണ്ട് പൂച്ചക്കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യാറില്ല. വളരെ കുറവ് ആൾക്കാരെ അഡോപ്റ്റ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് ഒരു ഷെൽട്ടർ അത്യാവശ്യമാണ്. സർക്കാർ ഡോഗ്സിന് വേണ്ടി ഷെൽട്ടർ വെക്കുന്ന പോലെ പൂച്ചക്കുഞ്ഞുങ്ങൾക്കും ഷെൽട്ടറിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ തെരുവിലുള്ള വലിയ പൂച്ചകൾ അതിന് വയ്യാതെ ആയാൽ അതിന് വെറ്റിനറി ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുമ്പോൾ താൽക്കാലികമായി അതിനെ വെക്കാനും ഷെൽട്ടർ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഡോഗ്സിനെ പോലെ ക്യാറ്റ്സിനും ഷെൽട്ടറിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം പൂച്ചകൾക്കായി ഷെൽട്ടർ പണിയാനൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാവരുടെ ക്യാഷ് ഉണ്ടോ കാണുമില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഷെൽട്ടർ കെട്ടാൻ മടിക്കുന്നത്. പൂച്ച സ്നേഹികളുടെ ഒരുപാട് ഗ്രൂപ്പ്സൊക്കെ നമ്മുടെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും ഒരു അക്കൗണ്ട് ഉണ്ടാക്കി ആ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ടാൽ സ്വന്തമായി സ്ഥലമുള്ള ആൾക്കാരുടെ സ്ഥലം അല്ലെങ്കിൽ അതുപോലെ തന്നെ വാടകയ്ക്കാണെങ്കിൽ ഒരു ചെറിയ വീടെടുത്താണെങ്കിൽ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കുഞ്ഞ് ഷെൽട്ടർ ഉണ്ടാക്കി അവിടെ നമുക്ക് കുഞ്ഞു പൂച്ചകളെ ഇതുപോലെ അമ്മയില്ലാത്ത കുഞ്ഞു പൂച്ചകളെ വയ്യാത്ത തെരുവ് പൂച്ചകളെയൊക്കെ വെക്കാനായിട്ടൊരു ഷെൽട്ടർ ഉണ്ടാക്കി. നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തിനോട് യോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കമൻസും ഇടണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്.